അങ്ങനെയുള്ള എന്റെ ഒന്നാമത്തെ ചോദ്യം, അങ്ങ് 2 പ്രാവശ്യം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ക്രൈസ്തവനായോ? വാളും വടിയും ശൂലവും ഉപയോഗിച്ചും പന്തം കൊളുത്തിയും ഒക്കെ ഉപദ്രവിക്കുന്ന പതിവ് അങ്ങ് കാണാതിരിക്കുന്നതല്ലോ. അങ്ങയുടെ ആശീർവാദത്തോടുകൂടെ അങ്ങയുടെ അനുയായികൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അങ്ങ് മൗനാനുവാദം കൊടുത്ത് അവരെ കൊണ്ട് ഈ വലിയ ക്രൂരത ചെയ്യിക്കുമ്പോൾ അങ്ങ് ക്രൈസ്തവനായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുന്ന ആളുകളെ അങ്ങയുടെ ആളുകൾ ഉപദ്രവിക്കുവാൻ അങ്ങ് അനുവദിക്കുന്നത്? അത് ഒരു നീചത്തരമല്ലേ? ക്രൈസ്തവരും മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും ഈ ആശയധാരയ്ക്ക് പുറത്തുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. ഈ കമ്മ്യൂണിസത്തെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ എതിർക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതാരും പറയാറില്ല, ആരും ചിന്തിക്കാറില്ല. അവർ നിങ്ങളെ തേടി വരും. ഇന്ന് ഞങ്ങൾക്കെതിരെ അവർ മുഴക്കുന്ന ഈ ഒരു ഭീകര ശബ്ദമുണ്ടല്ലോ, ഞങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈഴവരും പുലിയ ജാതി പറയ ജാതി ട്രൈബൽസ് അവരെ പിന്നെ നിങ്ങളുടെ നെഞ്ചത്തേക്കായിരിക്കും അവർ കയറുക. അത് മറക്കണ്ട. നമ്മുടെ രാജ്യം വെട്ടിമുറിക്കാൻ നാം അനുവദിച്ചുകൂടാ. ഈ ഭീകര പ്രസ്ഥാനമായിരിക്കുന്ന ബജരംഗ് ദളിന് നേരെ എത്രയും വേഗത്തിൽ കൂച്ചുവിലങ്ങ് ഇടേണ്ടത് അനിവാര്യമാണ്. ഇതിനെ ഇങ്ങനെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം ശിഥിലമായി പോകും, നമ്മുടെ നന്മകൾ ഇല്ലാതെയാകും. ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ക്രിസ്മസ് നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആയിട്ടുള്ള എല്ലാവിധത്തിലുള്ള നന്മകളും നേരുകയാണ്. പുതുവർഷത്തിലേക്ക് പാദങ്ങൾ ഊന്നുവാൻ വളരെ വെമ്പലോടെ നിലനിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പുത്തൻ ഉണർവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയാണ്. നമ്മുടെ രാജ്യം ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ക്രിസ്മസ് എന്നുള്ളത് എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തെക്കുറിച്ച് നമ്മളെല്ലാം പല മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിജിയാണ്. ശ്രീ നരേന്ദ്ര മോഡിജി ഇന്നലെ CNAയുടെ ഉടമസ്ഥതയിലുള്ള ഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ചിൽ അവിടുത്തെ ഡൽഹി ബിഷപ്പായിരിക്കുന്ന പോൾ സ്വരൂപ് തിരുമേനിയും അതേപോലെ തന്നെ അവിടുത്തെ മുഖ്യ വികാരിയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഇടവക ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും അത് ശാമുവൽ ഹെൻറി കെല്ലോങ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി രൂപീകരിച്ച ഹിന്ദി ഭാഷയിലേക്ക് അവരെ പാടുകയൊക്കെ ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രിജിയും അമിത്ഷാജിയും ഒക്കെ സംസാരിക്കുന്നത് വിദേശിയായിരിക്കുന്ന അമേരിക്കക്കാരനായിരുന്ന റിസ്പെക്ടറായിരുന്ന ശാമുവൽ ഹെൻറി കെല്ലോങ് എന്ന് പറയുന്ന വ്യക്തി രൂപീകരിച്ച ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദി ഭാഷ ദേശീയ ഭാഷയാക്കണമെന്നൊക്കെ അമിത്ഷാജി പറയുമ്പോൾ അദ്ദേഹം അറിയാത്ത ഒരു കാര്യം, ഈ ഭാഷ 1875 ശാമുവൽ ഹെൻറി കെല്ലോങ് എന്ന് പറയുന്ന മിഷണറി രൂപീകരിച്ചതും അദ്ദേഹം എഴുതിയതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹിന്ദി വ്യാകരണ ഗ്രന്ഥവും ഒക്കെയാണ് നിങ്ങളെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ വെറുക്കും തോറും ആ വെറുക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം തന്നെ ആ ക്രൈസ്തവർ ഉണ്ടാക്കിയിരിക്കുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രധാനമന്ത്രിജിയോട് വളരെ ആദരവോടും ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇവിടുത്തെ VHP അതേപോലെ ബജരംഗ് ദൾ ഹിന്ദുത്വവാദികളോടും ആ ചോദ്യം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്. അങ്ങ് എൻ്റെ അറിവിൽ രണ്ടാമത്തെ ക്രിസ്മസിലാണ് 2 ദേവാലയങ്ങളിലായിട്ട് സന്ദർശിക്കുന്നത്. കഴിഞ്ഞ വർഷം അങ്ങ് കത്തോലിക്ക സഭയുടെ കത്തീഡ്രലിൽ അവിടുത്തെ ആദരണീയനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് അനിൽ കുത്തുവ പിതാവും അച്ഛന്മാരും ചേർന്ന് അങ്ങയെ സ്വീകരിക്കുകയും അങ്ങേക്ക് ആവശ്യമായിരുന്ന ആത്മീയ ദൂത് തരികയൊക്കെ ചെയ്തു. ഈ വർഷം അവിടുത്തെ CNAയുടെ ബിഷപ്പ് ആദരണീയനായിരിക്കുന്ന പോൾ സ്വരൂപവും അദ്ദേഹത്തിൻ്റെ വികാരിയും അവിടെ അങ്ങേക്ക് സ്വീകരണം ഒരുക്കി മനോഹരമായ പാട്ടുകൾ പാടി. ഞാനത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയുണ്ടായി. അങ്ങ് അതിൽ വളരെ സന്തോഷവാനായിക്കൊണ്ട് വളരെ പ്രാർത്ഥന നിരതനായിക്കൊണ്ട് അൾത്താരയുടെ മുമ്പാകെ കൈകൂപ്പി നിൽക്കുന്ന കണ്ടപ്പോൾ സാധാരണ ഒരു ക്രൈസ്തവ വിശ്വാസി പോലും അത്ര ആദരവോടുകൂടെ നിൽക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായി. എന്തിനേറെ ക്രൈസ്തവ വിശ്വാസി മാത്രമല്ല, ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാർ പോലും അത്ര ആദരവോടുകൂടെ നിൽക്കാറില്ല. അത്രമാത്രം ദൈവിക സാന്നിധ്യ ബോധം ഉണർന്നുകൊണ്ടാണ് അങ്ങ് ആൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളത് അങ്ങ് അഭിനയിക്കുക ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അങ്ങയോടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം, അങ്ങ് 2 പ്രാവശ്യം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ക്രൈസ്തവനായോ? അങ്ങ് ക്രൈസ്തവനായി എന്ന് അങ്ങയുടെ കൂട്ടത്തിലുള്ള ഹിന്ദുത്വവാദികൾ ആരെങ്കിലും പറയുമോ? അഥവാ അങ്ങ് ആയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് ക്രൈസ്തവനാകാഞ്ഞ് 2 പ്രാവശ്യം പോയിട്ടു? 1 പ്രാവശ്യം മാത്രം പോകുന്ന ആളുകളെ പോലും തിരഞ്ഞുപിടിച്ച് അങ്ങയുടെ അനുചരന്മാർ വാളും വടിയും ശൂലവും ഉപയോഗിച്ചും പന്തം കൊളുത്തിയൊക്കെ ഉപദ്രവിക്കുന്ന പതിവ് അങ്ങ് കാണാതിരിക്കുന്നതല്ലോ.
അങ്ങയുടെ ആശീർവാദത്തോടുകൂടെ അങ്ങയുടെ അനുയായികൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അങ്ങ് മൗനാനുവാദം കൊടുത്ത് അവരെ കൊണ്ട് ഈ വലിയ ക്രൂരത ചെയ്യിക്കുമ്പോൾ, അങ്ങ് ദേവാലയത്തിൽ പോയി വളരെ പ്രാർത്ഥനാ നിമഞ്ജനായിട്ട് നിൽക്കുന്ന നിൽപ്പ് കാണുമ്പോൾ അങ്ങ് എത്രയോ നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, നിർദോഷിയാണ് എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അങ്ങയോട് ആദരവോടുകൂടെ ചോദിക്കുകയാണ്, അങ്ങ് ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ, അങ്ങ് ക്രിസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഈ 2 പ്രാർത്ഥനകൾ കൊണ്ട് 2 ദേവാലയങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുകൊണ്ട് അങ്ങ് വന്നിട്ടില്ലെങ്കിൽ, ദേവാലയങ്ങളിൽ പോകുന്ന ആരെയെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ചോദ്യത്തിന് അങ്ങ് സാദരം ഉത്തരം തരണമേ, ഞങ്ങളുടെ ദേശത്തോട്, ഞങ്ങളുടെ ജനതയോട് ഉത്തരം മൊഴിയണമേ എന്ന് അങ്ങയോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങ് ക്രൈസ്തവനായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുന്ന ആളുകളെ അങ്ങയുടെ ആളുകൾ ഉപദ്രവിക്കുവാൻ അങ്ങ് അനുവദിക്കുന്നത്? അത് ഒരു നീചത്തരമല്ലേ എന്ന് ചില ആളുകൾ ഉറക്കെ ചോദിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അവർ പറഞ്ഞ വാക്കുകളെ കടമെടുത്ത് അതേ വാക്ക് ഉപയോഗിക്കുകയാണ്. അത് ചെയ്യുന്നത് ശരിയാണോ? അങ്ങൊരു ഭരണാധിപനല്ലേ? അങ്ങ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നത് സത്യസന്ധമായ ഹൃദയത്തോടു കൂടിയാണെങ്കിൽ അങ്ങക്ക് ഈ ജനത്തോട് പറയുവാൻ, ഈ ഹിന്ദുത്വവാദികളായിട്ടുള്ള ബജരംഗദൾ, VHP, RSS നേതാക്കന്മാരോട് ശക്തമായി താക്കീത് കൊടുക്കുവാൻ ഒരു സന്ദേശമില്ലേ? ഞാൻ ദേവാലയത്തിൽ പോയി, അവരെന്നെ മാനസാന്തരപ്പെടുത്തിയില്ല, അവരെന്നെ മാമോദിസ മുക്കിയില്ല, അവരെന്നെ മതം മാറ്റിയിട്ടില്ല, ഞാൻ ഇപ്പോഴും മോഡിജി തന്നെയാണ്, ഞാൻ ഇപ്പോഴും ഹൈന്ദവരാണ് എന്ന് അങ്ങേക്ക് ധൈര്യത്തോടെ അവരോട് പറഞ്ഞുകൂടെ? എന്നിട്ട് അവരോട് പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടില്ലേ, നമ്മൾ ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിച്ചുകൂടാ. കാരണം അവർ നമുക്ക് നൽകിയതായിട്ടുള്ള ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ നമുക്ക് തന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും കാരണം. ഈ കാര്യങ്ങൾ അങ്ങേക്കൊന്ന് പറയാൻ മടിയുണ്ടോ? അങ്ങ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ലേ? രാജ്യത്തിന്റെ ജനതയെ അങ്ങ് വാസ്തവമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ലേ? ഇവിടെ കലാപം ഉണ്ടാക്കണം എന്നുള്ളതാണോ അങ്ങയുടെ ആഗ്രഹം? ഞാനിനി ചില ഫാക്ട്സ് ഇവിടുത്തെ എല്ലാവരോടുമായിട്ട്, പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള നിങ്ങൾ ഇത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് പാസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇവിടുത്തെ VHP, BJP നേതാക്കന്മാരെല്ലാം ഇത് കേൾക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കയ്യിൽ കേക്ക് കൊണ്ടുവരുമ്പോൾ ആ കേക്ക് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി അവിടെ അങ്ങ് ഉത്തർപ്രദേശിലും അതേപോലെ ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ കത്തിയും കൂടെ നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ആ കേക്ക് മുറിക്കാൻ അത് ഉപയോഗിച്ചാൽ കൊള്ളാം. മനുഷ്യരെ മുറിക്കരുത്, മനുഷ്യരുടെ വികാരങ്ങളെ മുറിക്കരുത്, മനുഷ്യരെ തമ്മിൽ വിച്ഛേദിക്കാൻ നിങ്ങൾ ആ കത്തി ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ താഴ്മയോടെ നിങ്ങളോട് ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു കണക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2026-2028 കാലയളവിലേക്കായി ഇന്ത്യ 7ാം തവണ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് അഥവാ UNHRCയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിരീക്ഷണങ്ങളിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏറ്റവും മോശം രാജ്യങ്ങളൊന്നായി വിലയിരുത്തപ്പെടുന്നു എന്നതാണ് കടുത്ത വിരോധാഭാസം. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകൾ തടയപ്പെടുന്നു, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ബൈബിൾ കൈവശം വെച്ചതിന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു ചോദ്യത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എൻ്റെ ആത്മാവിന് അഥവാ എൻ്റെ ജീവന് അവകാശം ആർക്കാണ്? എൻ്റെ ദൈവാന്വേഷണത്തിൽ സർക്കാരിനോ കോടതികൾക്കോ എന്താണ് കാര്യം? ഞാൻ സത്യദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സത്യമാർഗത്തിലേക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ കോടതിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനോ സർക്കാരിനോ എന്തെങ്കിലും അവകാശമുണ്ടോ? അങ്ങനെ അവകാശം എടുക്കുകയാണെങ്കിൽ അതെന്റെ അവകാശത്തിന്മേൽ കടന്നു കയറുന്ന ഒരു കാര്യമല്ലേ? വിശ്വാസം ഒരു രാഷ്ട്രീയ വിഷയമല്ല, അത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അവകാശമാണ്. വിശ്വസിക്കാനുള്ളതോ വിശ്വസിക്കാതിരിക്കാനുള്ളതോ, ആരാധിക്കാനുള്ളതോ ആരാധിക്കാതിരിക്കാനുള്ളതോ, ഈ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും മനുഷ്യന്റെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ന് പല സംസ്ഥാനങ്ങളിലും അർത്ഥശൂന്യമായി മാറുകയാണ്. ഇതുവരെ 12 സംസ്ഥാനങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പാസാക്കിയിരിക്കുകയാണ്. ഈ നിയമങ്ങൾ മതപരിവർത്തനം തടയുന്നതിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെ കുറ്റകരമാക്കുന്ന ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിജി അങ്ങും അറിയണം, അങ്ങയുടെ കിങ്കരന്മാരും അറിയണം.
ഒരു ക്രൈസ്തവൻ ബൈബിൾ കൈവശം വച്ചാൽ സംശയാസ്പദമാകുകയാണ്. ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ കുറ്റവാളിയാക്കപ്പെടുകയാണ്. ഒരു വിശ്വാസി തന്റെ സാക്ഷ്യം, അനുഭവം പങ്കുവെക്കുമ്പോൾ പോലീസ് കേസുകൾ ചുമത്തുകയാണ്. ഇത് നിയമസംരക്ഷണമല്ല, ഇത് ഭയപ്പെടുത്തലാണ്, ഇത് അടിച്ചമർത്തലാണ്, ഇത് സംസ്ഥാന പിന്തുണയുള്ള ഭീകരത അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് തന്നെയാണ് നമുക്ക് വിളിക്കാവുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ എൻ്റെ ദൈവത്തെ തീരുമാനിക്കുകയില്ല, പോലീസ് എൻ്റെ വിശ്വാസത്തെ നിയന്ത്രിക്കുകയില്ല, വിശ്വാസത്തെ നിയന്ത്രിക്കാൻ കോടതികൾ എൻ്റെ ആത്മാവിൻ്റെ വഴിയെ കുറ്റകരമാക്കുകയില്ല. എൻ്റെ ആത്മാവിന് അവകാശം ദൈവത്തിനും എനിക്കും മാത്രമാണ്. മനുഷ്യാവകാശ കൗൺസിലിലെ അംഗത്വം ഒരു ബഹുമതിയല്ല, അത് ഒരു ഉത്തരവാദിത്വമാണെന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. ആ ഉത്തരവാദിത്വം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യൻ പൗരന്മാരും ചോദ്യങ്ങൾ ചോദിക്കും എന്നതും നാം വിസ്മരിക്കരുത്. മതസ്വാതന്ത്ര്യം ഒരു അനുഗ്രഹമല്ല, അതൊരു ജന്മാവകാശമാണ്. ഏതെങ്കിലും ആരുടെയെങ്കിലും ഔദാര്യമായിട്ടല്ല ഈ അവകാശങ്ങൾ, മറിച്ച് അതെന്റെ ജന്മാവകാശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബജരംഗദൾ, ഹിന്ദുത്വ തീവ്രവാദികളുടെ പങ്ക് വളരെ കൃത്യമായി നാം അറിയണം. ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന പീഡനം മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇത് ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിൽ അല്ല. ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവർ ഈ കാര്യത്തിൽ വളരെ നിരപരാധികളാവുന്നു മാത്രമല്ല, അവർ ഹിന്ദുത്വ അജണ്ടയോടെ എതിർത്ത് നിൽക്കുന്നവരാണ്. അവരാണ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ കൂടുതലായിട്ട് ശബ്ദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഒരു കൂപ്പുകൈ കൂടെ ഞാൻ നൽകുകയാണ്. ഈ ഹിന്ദുത്വ ആളുകൾ കാണിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ നിഷേധിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദ ആശയധാരയും അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധ സംഘടനകളുടെയും ഫലമാണ്. ഒന്നാമതായിട്ട് ഹിന്ദുത്വ അഥവാ ഇന്ത്യൻ ഭരണഘടന, അത് രണ്ടും കൂടെ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഹിന്ദുത്വം ഇന്ത്യ ഒരു മതം, ഒരു സംസ്കാരം എന്ന ചട്ടക്കൂട്ടിൽ പൂട്ടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ആശയധാരയാണ്. ഇത് നേരെ എതിർക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25, നിയമത്തിന് മുമ്പിൽ സമത്വം ആർട്ടിക്കിൾ 14, വിശ്വാസം, ആരാധന, അത് പ്രചരിപ്പിക്കാനുള്ള മൗലിക അവകാശങ്ങൾ, ഇവയെല്ലാം തന്നെ ധ്വംസിക്കപ്പെടുകയാണ്. ക്രൈസ്തവരും മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും ഈ ആശയധാരയ്ക്ക് പുറത്തുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവിടെ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ RSSന്റെയും VHPയുടെയും ബജരംഗങ്ങളുടെയും ഒക്കെ വേദഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്നതായിട്ടുള്ള ബഞ്ച് ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ, വിചാരധാര. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3 മുഖ്യ ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്നാമത്തെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തേത് ക്രൈസ്തവരാണ്, മൂന്നാമത്തേത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റത്തെ അവരെതിർക്കുന്നത്, മറ്റേ രണ്ടും നമുക്ക് മതപരമായിട്ട് ചിന്തിക്കാം. ഈ കമ്മ്യൂണിസത്തെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ എതിർക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതാരും പറയാറില്ല, ആരും ചിന്തിക്കാറില്ല. അതൊരു രാഷ്ട്രീയ എതിർപ്പായിട്ട് മാത്രമേ കാണാറുള്ളൂ. അതല്ല അതിന്റെ കാരണം. ഈ കമ്മ്യൂണിസത്തിലേക്ക് പോയിരിക്കുന്നത് നല്ല പങ്ക് ആളുകളും അതിനകത്ത് സനാതന ധർമ്മത്തിൽ ഉൾപ്പെടാത്ത ജാതികളാണ്. അതായത് കീഴ്ജാതിക്കാരാണ്, ചണ്ടാളന്മാരാണ്. ഇവിടുത്തെ ട്രൈബൽസ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകള്, അതേപോലെ നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഈഴവ സമുദായം മുതൽ താഴോട്ടുള്ള ജനങ്ങളാണ്. പറയർ, പുലയർ മുതലായിട്ടുള്ള എല്ലാ ആളുകളും അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ അവരെ ഇനം തിരിച്ച് പറയുന്നതിന് വൈഷമ്യമുള്ളത് കൊണ്ട് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പൊതുശത്രുവായിട്ട് ഗണിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഈ ചാതുർവർണ്ണയത്തിൽ പെടാത്തായിട്ടുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നടങ്കമാണ് അവർ വെറുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1932 മുതൽ ഹിന്ദുക്കളായി പരിവർത്തനം ചെയ്യപ്പെട്ട, അവർ പോലും അറിയാതെ അവരെ പരിവർത്തനം ചെയ്ത് ഹിന്ദുക്കൾ എന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുള്ള ആ ജനസമൂഹത്തെ തന്നെയാണ് ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ള സനാതന ധർമ്മികൾ ഇപ്പോഴും ശത്രുക്കളായി കാണുന്നത്. ഇപ്പോൾ ആദ്യമേ മുസ്ലിംസിനെ ശത്രുക്കളായി ഗണിച്ചു, രണ്ടാമത് ക്രൈസ്തവരെ ഇപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അടിക്കുക, കൊല്ലുക, ആ നിലവാരത്തിലേക്ക് അവരെത്തുകയും പരസ്യ പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ അതിനെ അനുകൂലിക്കുന്ന കുറച്ച് ക്രൈസ്തവ കൂടെയുണ്ട്. അവർക്ക് നാറ്റം വമിക്കുകയാണ് അവരുടെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൂടാ, സഹോദരന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ. അവരുടെ വിചാരം കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവരുടെ തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ലഭിക്കുമെന്നാണ്. ഒരിക്കലുമില്ല. അവർ നിങ്ങളെയും തേടി വരും. ഇന്ന് ഞങ്ങൾക്കെതിരെ അവർ മുഴക്കുന്ന ഈ ഒരു ഭീകര ശബ്ദമുണ്ടല്ലോ,
ഞങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈഴവരും പുലയ ജാതി പറയ ജാതി ട്രൈബൽസ് അവരെ പിന്നെ നിങ്ങളുടെ നെഞ്ചത്തേക്കായിരിക്കും അവർ കയറുക. അത് മറക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് നേരെ അവരെ കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങളുണ്ടല്ലോ, അതിനകത്ത് വിഷമാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഈ തരത്തിലെങ്കിലും നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അതങ്ങ് നോർത്ത് ഇന്ത്യയിലല്ലേ, ഇങ്ങ് സൗത്തിലേക്ക് വരികയില്ല. സൗത്തിൽ വരാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആര്യന്മാരുടെ കൈയടക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശമാണ്. അത് ആര്യവൃത്തം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന വിന്ധ്യ പർവ്വതത്തിന് നിരക്ക് ഇപ്പുറത്തേക്കുള്ള സ്ഥലം മുഴുവനും അവർ അന്നും വിളിച്ചിരുന്നത്, ഇന്നും ഗണിക്കുന്നത് മ്ലേച്ഛരാജ്യമാണ്. ഈ മ്ലേച്ഛരാജ്യത്തിലേക്ക് അവരെങ്ങനെയെങ്കിലും കയറിപ്പറ്റുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പാഴ്ശ്രമങ്ങളായിട്ട് ഇപ്പോഴും പരിണമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം ഇവിടുത്തെ അവർണ വിഭാഗത്തിൽപ്പെട്ട ജനതയുടെ വലിയ മനസ്സാണ്, അവരുടെ വലിയ മനോബോധമാണ്. അവരോടൊപ്പം നിൽക്കുന്ന സവർണരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും അവർക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്കിവിടെ പച്ചപിടിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. അത് മറന്നു പോകണ്ട. അവരേത് സമയവും ഇവിടേക്ക് നിങ്ങളെയും തേടി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് മോഡിജി, എനിക്ക് അങ്ങയോട് വളരെ താഴ്മയോടെ അപേക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യം, അങ്ങ് 2 പ്രാവശ്യം എല്ലാ മനുഷ്യരും എല്ലാ മീഡിയകളും കാണത്തക്കവണ്ണം ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വാസ്തവമായിട്ടുള്ളതാണെങ്കിൽ, അതിനകത്ത് കാപഠ്യമാർന്ന വാക്കുകളോ പ്രാർത്ഥനയോ അല്ലാതിരുന്നെങ്കിൽ, അങ്ങയുടെ ഹൃദയം ശുദ്ധമുള്ളതാണെങ്കിൽ അങ്ങ് ലോകത്തോട് വിളിച്ചു പറയണം, 2 പ്രാവശ്യവും ദേവാലയങ്ങളിൽ പോയിട്ട് അവരെന്നെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോയില്ല, അവരെന്നോട് മതത്തെക്കുറിച്ച് പറഞ്ഞില്ല, അവർ ജീവനുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും മാത്രമാണ് പറഞ്ഞതെന്നുള്ള പറയാനുള്ള ഒരാത്മവീര്യം അങ്ങ് ആർജിക്കണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ രാജ്യം വെട്ടിമുറിക്കാൻ നാം അനുവദിച്ചുകൂടാ. ഈ ഭീകര പ്രസ്ഥാനമായിരിക്കുന്ന ബജറംഗ് ദളിന് നേരെ എത്രയും വേഗത്തിൽ കൂച്ചുവിലങ്ങിടേണ്ടത് അനിവാര്യമാണ്. ഇതിനെ ഇങ്ങനെ കയറുകൂരി വിട്ടുകഴിഞ്ഞാൽ ഈ രാജ്യം ശിഥിലമായി പോകും, നമ്മുടെ നന്മകൾ ഇല്ലാതെയാകും. ഈ രാജ്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സമ്പൽ സമൃദ്ധമായ കാര്യങ്ങളെയും തച്ചുടയ്ക്കുക എന്നുള്ള ഏക ആഗ്രഹം മാത്രമാണ് ഈ ബജറംഗ് ദളിനും VHP ഉള്ളത്, അവരോട് ചേർന്ന് നിൽക്കുന്ന BJP പല ആളുകൾക്കുമുള്ളത് എന്നതിന് യാതൊരു സംശയമില്ല. അവരുടെ അതരങ്ങളിൽ നിന്ന് ഈ അടുത്ത സമയത്ത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതുകൊണ്ടും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്ര ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് നിസ്സാരമായി കണ്ടുകൂടാ, നമ്മളിതിനെ നിസ്സാരമായി കണ്ടുകൂടാ. നമ്മൾ ഓർക്കണം, ഇത് ഹിന്ദു രാഷ്ട്രമല്ല, ഇതൊരു സെക്കുലർ രാജ്യമാണ്. ഇതൊരു സെക്കുലർ രാജ്യമാണ്. നാനാ മതസ്ഥർ, നാനാ വിശ്വാസക്കാർ ഒത്തൊരുമ വിശ്വസിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. ഈ പുണ്യഭൂമിയിൽ കളങ്കം വരുത്തുവാൻ, രക്തം ചൊരിയുവാൻ അനുവദിച്ചുകൂടാ. മുൻകാലങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ. ഇനിയും അത് അനുവദിച്ചുകൂടാ. നാം സാംസ്കാരികപരമായിട്ട് ഉയർന്നിരിക്കണം, ചിന്താ തലങ്ങളിൽ ഉയർന്നിരിക്കണം. ഇത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണമല്ല, മറിച്ച് ഇത് പൗരന്മാർക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ക്രൈസ്തവ മാർഗം എന്ന് പറയുന്ന ഒരു മതമല്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മതത്തെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവ് പറഞ്ഞത്, യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. യേശു കർത്താവ് ഒരിക്കലും മതം സ്ഥാപിച്ചിട്ടില്ല. അവൻ സ്ഥാപിച്ചത് തന്റെ ആലയമാണ്, തന്റെ സഭയാണ്. അത് കർത്താവ് പണിതുകൊണ്ട് തന്നെ ഇരിക്കും. തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളിൽ നിന്നും, അതുപോലെ തന്നെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ, ഇനിയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പോലെ, ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ആർ ദ സീഡ് ഓഫ് ദ ചർച്ച്. അത് നിങ്ങൾ മറക്കരുത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അത് വളരുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ അങ്ങ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെങ്കിൽ, ആത്മാർത്ഥമായി ദൈവസ്നേഹത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചാണ് ആ ദേവാലയത്തിൽ പോയതെങ്കിൽ, അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് എത്രയും വേഗത്തിൽ ക്രൈസ്തവർക്കെതിരെയും ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കത്തക്കവണ്ണം അങ്ങൊരു ഉത്തരവ് പ്രഖ്യാപിക്കണം. അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് അത് ശബ്ദമായി ലോകം കേൾക്കുവാൻ കാക്ഷിക്കുന്നു എന്നുള്ള ആ മുന്നറിയിപ്പ്, ആ ആഗ്രഹത്തോടുകൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.